അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 10ാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരുമല്ല. ഈ രാജാവിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സൈന്യങ്ങളുടെ യഹോവ തന്നെയാണ് മഹത്വത്തിന്റെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി രാജാക്കന്മാർ എണീക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഒത്തിരി രാജാക്കന്മാർ ഈ കാലഘട്ടങ്ങളിൽ എണീക്കുന്നതായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ 10 വാക്യങ്ങൾ മാത്രം അടങ്ങുന്ന ഈ പുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്ത് ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, 24 സങ്കീർത്തനം. ഇതിന്റെ ഓരോ വാക്കുകളും നമ്മെ പിടിച്ച് ഇരുത്തുന്ന വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എങ്ങനെ ഒരുങ്ങണം, ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ആചരിക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് 24ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 118ാം സങ്കീർത്തനം അതിന്റെ 19ാമത്തെ വാക്യവും 20ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഈ ഒരു വാതിൽ അവിടെ കാണുന്നു. ഒന്ന് വായിച്ചാട്ടെ. യഹോവ നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. ഹല്ലേലൂയ. ഒന്ന്, ഒരു വാതിൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അതെന്താ വാതിൽ? നീതിയുടെ വാതിൽ. അപ്പൊ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഈ വാതിൽ കൂടെ കടക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നീതിയുടെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീതിയുടെ വാതിൽ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഇവിടെ തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 18ഉം 19ഉം വാക്യം വായിക്കുമ്പോഴും 19ഉം 20ഉം വാക്യം വായിക്കുമ്പോഴും നമുക്കവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. സ്വർഗത്തിലെ ദൈവം താണിറങ്ങി വന്ന് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീതിയുടെ വാതിൽ തുറന്നു വയ്ക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 118ാമത്തെ സങ്കീർത്തനത്തിന്റെ 19ാമത്തെ വാക്യം നമ്മളോട് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ വായിച്ചെന്നറിയാമോ? എന്താ വായിച്ചത്? നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവാൻ ഞാൻ സ്തോത്രം അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. ആമേൻ. ആ വാതിലിൽ കൂടെ കടക്കുവാൻ, ആമേൻ, ദൈവം ഒരുക്കുന്ന വാതിലിൽ കൂടെ ഒരു ദൈവ പൈതൽ കടന്നാൽ ഈ നൂറ്റാണ്ടിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിയും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് നീതിയുടെ വാതിൽ കൂടെ ഒരു ദൈവപൈതൽ കടക്കേണ്ടത്? ആമേൻ. അവൻ എങ്ങനെ ഉള്ള രീതിയിലാണ് അതിലൂടെ കടക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിന്റെ അനേക ശിഖരങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വായിച്ചോ? ലേവിയരുടെ പുസ്തകം നമ്മൾ 2:16, 8:30, 16:18 നമ്മൾ വായിക്കപ്പെടുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ, നോക്കിക്കേ, ആവർത്തനം 26:2, പുറപ്പാട് 23:80, ആവർത്തനം 7:22 നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കുക. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ദൈവസഭയ്ക്കു വേണ്ടി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു ദൈവ പൈതലിന് എങ്ങനെയാണ് മുൻപിലോട്ട് കടക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരു ദൈവ പൈതൽ ജീവിതത്തിന്റെ മേടുകളിൽ നിന്ന് മുൻപിലോട്ട് കടന്നു പോകണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്യാദി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 59ന്റെ 6 മുതൽ 14 വരെ വായിക്കുമ്പോഴും യെശയ്യാവിന്റെ പുസ്തകം സ്തോത്രം 56:10 നമ്മൾ വായിക്കുമ്പോഴും
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ കുറെ കാര്യങ്ങൾ ഭക്തന്മാർ നമ്മുടെ നടുവിൽ വരച്ചു കാട്ടുകയാണ്. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിനകത്ത് ദൈവവൈതലിന്റെ ജീവിതത്തിലെ ഓരോ വഴികളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മുൻപിലോട്ട് യാത്ര ചെയ്യുന്ന ദൈവവൈതല്, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ഏതെന്നറിയാമോ? നീതിയുടെ വാതിൽ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈതലിന് വേണ്ടി ദൈവം തുറക്കുന്ന വാതിൽ ഏതാ? നീതിയുടെ വാതിൽ. ഇന്ന് പകൽ ഈ വാതിലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും 2024 നീതിയുടെ വാതിൽ. ഒരിടത്തും നീതി കിട്ടാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് നീതിയുണ്ട്, ഉറപ്പാണ്. നമ്മൾ നീതിക്ക് വേണ്ടി തേടി കോടതികളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്നത് നീതിയുടെ സ്തോത്രം ഒരു തരി പോലും കിട്ടാറില്ല. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, തന്നെ ആശ്രയിച്ചിരിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി നീതിയുടെ വാതിൽ വലിച്ചു തുറക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന വലിയവനായ ദൈവത്തിന്റെ അദർശ്യമായ കര ഇന്ന് രാത്രിയിലും പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം. മാറത്ത് പൊങ്കച്ച കെട്ടിയവൻ, വെള്ളോട് സരസ്വരവുമുള്ള പാദമുള്ളവൻ, അഗ്നിജോലക്കൊത്ത കണ്ണുള്ളവൻ, പെരുവെള്ളത്തിന് ഇരച്ചു പോലെ ശബ്ദമുള്ളവൻ വിളിച്ചു പറയുന്നു, എന്റെ ജനത്തിന് വേണ്ടി ഞാൻ നീതിയുടെ വാതിൽ തുറന്നു വയ്ക്കും. അതാർക്കും അടച്ചുകൂടാത്തൊരു വാതിൽ നിനക്ക് നിന്റെ മുമ്പിൽ മാനുഷ്യമായി കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, അത് മാനുഷ്യമായി കൊട്ടിയടക്കപ്പെട്ടെങ്കിൽ എന്റെ ജനത്തിന് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ചിറകടിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി, വചനം വായിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി, വിശുദ്ധ മണവാട്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ തുറക്കുന്ന വാതിൽ നീതിയുടെ വാതിൽ അത്രേ. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ അതിവിശാലമായ വാതിൽ. ഹല്ലേലൂയ. കർത്താവ് അതാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ തുറക്കുന്ന വാതിലുണ്ടല്ലോ, അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില വാതിലുകൾ. ഹല്ലേലൂയ. നിന്നെ കുറ്റം ചുമത്തുക, നീ ഒരിക്കലും ഈ ആത്മീയ മണ്ഡലത്തിൽ നിൽക്കരുത്. നിന്നെ കുറ്റം ചുമത്തി തകർത്ത് കളഞ്ഞ് ഈ നീതിയുടെ വാതിൽ കൂടെ കടത്തിവിടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം പേർ മാറി നിന്ന് കുറ്റം വിധിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് അളക്കുമ്പോഴും നിന്റെ കഴിവിനെ കുറിച്ച് അളക്കുമ്പോഴും അളന്ന് 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 ഒരു അനീതിയുടെ വാതിൽ ശത്രു കൊട്ടി തുറക്കുമ്പോൾ സ്വർഗം പറയുന്നു, അതിനെ അടച്ച് മുദ്ര വച്ചിട്ട് എന്റെ ജനത്തിന് വേണ്ടി നീതിയുടെ വാതിൽ തുറക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഈ കരയുന്ന നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കരയുന്നവർക്ക് വേണ്ടി ഇതാ കുറ്റം ചുമക്കുന്നവർക്ക് വേണ്ടി, കുറ്റം ചുമത്തുന്നവർക്ക് വേണ്ടി ഇതാ സ്തോത്രം. പുറപ്പാട് 22:9, 1 ശമൂവേൽ പ്രവാചകൻ 22 അതിന്റെ 15, 2 ശമൂവേൽ പ്രവാചകൻ 3:8, ദാനിയേൽ 3:8, പ്രൈസ് ദി ലോർഡ് സിക്രിയാവിന്റെ പുസ്തകം 3:1, മത്തായി 2:10 മുതൽ 12 വരെയുള്ള വേദാംശങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹല്ലേലൂയ. 27:12, മാർക്കോസ് സുവിശേഷം 3:2, 15:3, 4 നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലൂക്കോസ് 6:7, 23:2 മുതൽ 10 വരെ, യോഹന്നാൻ 5:45, 8:6, അപ്പോസ്തല പ്രവൃത്തി 19:40, 22:30, 23:28, 29, 26:2 മുതൽ 7 വരെ, റോമർ 2:15, 8:33, വെളിപ്പാട് 12:10. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, തന്നിൽ കാത്തിരിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി ഒറ്റ രാത്രി നീ കരഞ്ഞു കൂട്ടിയത് നിസ്സാരമല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ്, നിനക്ക് വേണ്ടി മറുവശത്ത് ചില വാതിലുകൾ തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടിയാ.
നീതി കോടതികൾ നീതിക്ക് വേണ്ടി നിഷേധിക്കുമ്പോൾ, അനീതിയുടെ ചക്രങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ, അനീതിയുടെ പട്ടികൾ നിരത്തി വയ്ക്കുമ്പോൾ, കള്ളവും കപടവും ആമേൻ നിരത്തി വയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പുറവും ഇപ്പുറവും നിന്ന് കാശിന് വേണ്ടി വാദിക്കുമ്പോൾ, എന്നാൽ വാദിക്കുന്ന ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയും വാദിക്കുന്ന ഒരു ന്യായാധിപതി നിനക്ക് വേണ്ടി തുറക്കുന്നത് നീതിയുടെ വാതിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കേൾക്കൂ, യെശയ്യാവിന്റെ പുസ്തകം 26 അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്താ അവിടെ വായിക്കുന്നത്? വായിച്ചേ. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ഒന്നുകൂടെ ആ വേദാംശം ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. നീതിയുള്ള ജാതി ഏതാ ജാതി? ഇസ്രായേൽ എന്നൊരു ജനതയ്ക്ക് വേണ്ടി പല ഉറവുകളും കൊട്ടിയടച്ചു. ഇസ്രായേൽ ജനം വരുന്ന വരവിൽ എവിടെ നിന്ന് വരുന്നു? മിസ്രയീമിൽ നിന്ന് വരുന്ന വരവിൽ അവർക്ക് മുൻപേ ഉള്ള ഉറവകൾ അവർ നോക്കി വരിക. ഇന്ന ഭാഗത്ത് ഉറവയുണ്ട്, ഇന്ന ഭാഗത്ത് തോടുണ്ട്, ഇന്ന ഭാഗത്ത് നദികളുണ്ട്. പക്ഷെ അവർ വരുമ്പോഴെല്ലാം കെട്ടി അടയ്ക്കുകയാ. കാരണം 1, 2, 10 പേരൊന്നും അല്ല വരുന്നത്. അറിയാമോ എത്രയെന്നറിയാമോ? 30 ലക്ഷം പേരാ വരുന്നത്. ഒരു നീണ്ട ജനത തന്നെ. 30 ലക്ഷം ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഒരു വാതിൽ. എന്നാൽ ഇന്ന് രാത്രി കേൾക്കട്ടെ, ആമേ സ്തോത്ര, ആമേ അടിമത്വം ആമേ അനുഭവിക്കുമ്പോഴും വേദനകൾ അനുഭവിക്കുമ്പോഴും തന്റെ ജനത്തിന് വേണ്ടി, തന്റെ ആമേ പിത്തന്മാർക്ക് വേണ്ടി ആമേ കരുതുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, അനേക ഉറവകൾ അടച്ചു മുദ്ര വെച്ചെങ്കിലും തന്റെ ജനത്തിന് വേണ്ടി എല്ലാവരും അടച്ചു മൂടിക്കിടന്ന മാറയെ മധുരമാക്കുവാൻ എന്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി മാറയുടെ അനുഭവത്തിലിരിക്കുന്ന ദൈവ കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ അനേക വാതിലുകളും ഉറവകളും അടയ്ക്കുമ്പോഴും എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞ്, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നീ എത്ര സ്വരുക്കൂട്ടിയിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആമെ കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും ഇരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, ഈ രാത്രി ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പുതിയ ഉറവ തുറക്കും. ആമേൻ. എന്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും അടച്ചു മൂടട്ടെ, എല്ലാവരും അടയ്ക്കട്ടെ. ആര് നിനക്ക് വേണ്ടി കൈ തുറക്കാതിരിക്കുമ്പോൾ, കൈകൾ വളരെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ, അതിനേക്കാൾ ടൈറ്റ് ചെയ്ത് നിന്നെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത്. മനുഷ്യനല്ല ഇല്ല എന്ന് പറഞ്ഞ് കൈ മുറുക്കി പിടിക്കുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങായി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. നീ കരയണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ആരെയൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ മരിക്കേണ്ടവളല്ല. ഹല്ലേലൂയ. ഒരു ദിവസം പകല് നീ വിചാരിച്ച് ഇരുട്ടത് കുറ്റാക്കുറ്റി ഇരുട്ടാണെന്ന്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരെയും കാണാൻ കഴിയുന്നില്ല. അത്രമേൽ ജീവിതത്തെ പ്രതിസന്ധികൾ തിരമാല പോലെ ആഞ്ഞടിച്ചു. പകല് പോലും നിന്നെ കാണാൻ കഴിയാതെ നീ ഇരുട്ടിന്റെ നടുവിൽ ഒറ്റ നിപ്പ് നിന്നു. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര. എല്ലാവരും മാറിപ്പോകുമ്പോഴേ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഉണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു ചിലരെ ചേർത്ത് പിടിച്ചിരിക്കുക കർത്താവ് ഇന്ന് രാത്രി. ഹല്ലേലൂയ, ആമേൻ. നിന്നെ സഹിച്ച് നീ മാറി അതിനെ മാറ്റിക്കളഞ്ഞ് മാറ്റി നിർത്തി കല്യാണത്തിൽ വിളിക്കത്തില്ല, ഒരു ഫംഗ്ഷൻ വരുമ്പോഴും വിളിക്കത്തില്ല. നിന്റെ ആമേൻ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ദൈവം പറയുന്നു ഇന്ന് രാത്രി, ഹല്ലേലൂയ, തലമുറകൾ പുരാതനമായി കിടക്കുന്ന ശൂന്യതകളെ പണിയും. ഹല്ലേലൂയ. നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ ആമേൻ ഒക്കത്തൊരു കുഞ്ഞിനെ കൊടുത്ത്, ഹല്ലേലൂയ, ആമേൻ, ഒരു കുടുംബത്തെ ഇറക്കി വിട്ടു. ഒരു കുഞ്ഞിനെ തോളത്ത് കൊടുത്തു, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്വതന്ത്രം. ഹാഗർ കുഞ്ഞുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ തോളത്തൊരു സഞ്ചി,
അതുകൂടെ കൊടുത്തു. എന്താ? ഒരു മുറി കഷ്ണം അപ്പവും ഒരു തുരുത്തിയില് ശകലം വെള്ളവും. ആമേ, ഇത് ആര് കാണുന്നു എന്നറിയാം? യഹോവയായ ദൈവം കാണുകയാണ്. ഹല്ലേലൂയ. മതി, ഇത്രയും മതി, പൊയ്ക്കോളാൻ പറഞ്ഞു. ആട്ടി പുറത്താക്കി. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ, ആമേ സ്തോത്രം, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്നും തിരിയുന്നില്ല. കാരണം പോകാൻ സ്ഥലമില്ല. ഒരു മരുഭൂമിയുടെ മധ്യഭാഗത്ത് വന്നിരുന്നിട്ട് കരയുക. എന്തിനാ? ഒരു കഷ്ണം അപ്പത്തിന്റെ ഒരു മുറിയും, പ്രൈസ് ദി ലോർഡ്, ആമേ തുരുത്തിയില് ശകല വെള്ളവും കൊടുത്ത് ഇറക്കി വിട്ടതാ. അവൻ തിരിഞ്ഞു നോക്കാനോ കൂടെ വരാനോ ആരുമില്ല. പക്ഷെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് യഹോവയായ ദൈവം പറഞ്ഞു, ഇവന് അവർ പേര് ചൊല്ലി വിളിക്കുകയാ. ഇവന്റെ പേര് ഇസ്മായേൽ. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? 12 ഗോത്രങ്ങളെ അവരിൽ നിന്ന് ഉത്ഭവിക്കും. നമ്മുടെ പുസ്തകത്തിന്റെ ഏറ്റവും ബാക്ക് മാപ്പ് നോക്ക്. ഒരു 12 ഗോത്രം, ഇസ്മായേലിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ പുറത്തു വന്നു. അട്ടിക്കളഞ്ഞ സ്ഥലത്ത് ഒരു തലമുറയിൽ കൂടെ 12 ഗോത്രങ്ങൾ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ആരൊക്കെ നോക്കി പ്രവചന ശബ്ദത്താൽ വിളിച്ചു പറയുന്നു, നിന്നെ അട്ടിക്കളഞ്ഞവരുടെ മുൻപിൽ ദൈവത്തിന്റെ തലമുറയിൽ കൂടെ ഒരു വിശാലത ഒരുക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ശുഡമന ശംദന വൈഡബലെ ജുഡബൽക്കമന വേദകരാജകൽക്കനാദി. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ആമേ സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചൊരു പാവ പോലെ നിന്നെ തട്ടിക്കളിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ജനാത്മനിയോഗം നിന്റെ ജീവിതത്തിനകത്ത് ഒരു വൻകാര്യങ്ങളെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു. ഒരു മഹത്വ പ്രത്യക്ഷതന്റെ കുടുംബത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയച്ചിരിക്കുകയാ. ഹല്ലേലൂയ. മഹത്വ പ്രത്യക്ഷത. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? ആമേൻ. ഇവളുടെ തോളത്തെ ഒരു സഞ്ചി തൂക്കി ഒക്കത്തൊരു കുഞ്ഞിനെയും കൊടുത്ത് പുറത്തിറക്കി വിട്ടപ്പോൾ അവർ കൈകൊട്ടിപ്പാടി, ഇതെല്ലാം തീർന്നു, ഇതോടുകൂടി തീർന്നു, ചെന്നായ്ക്കൾ കടിച്ച് കീറും, ക്രൂര മൃഗങ്ങൾ അവരെ കൊന്ന് പീസാക്കി കളഞ്ഞു എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ പിന്നത്തേതില് സ്തോത്രം ഒരു വലിയ ഒരു പരമ്പര പുറത്തേക്ക് വന്നു. കിട്ടിയതില് സ്വർഗത്തിലേക്ക് നോക്കി വളർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവളുടെ കുഞ്ഞിന്റെ തലമേൽ കൈവയ്പാനിടയായി. ഏതൊക്കെയോ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരസ്പർശം ഇന്ന് രാത്രി വയ്ക്കുകയാ. നീ പ്രാർത്ഥിക്ക. നിന്റെ ചൊപ്പടയിൽ വളർന്ന് അമ്മയെ സൂക്ഷിച്ച് നോക്കുവാൻ ഒരു തലമുറ ഇന്ന് രാത്രി എവിടെയൊക്കെയോ പൊട്ടിക്കീർക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? നീതിയുള്ള ഒരു വാതിൽ ജാതികൾക്ക് എന്ത് ചെയ്യണം? തുറന്നു വയ്ക്കണം. ഹല്ലേലൂയ. വിശ്വസ്തത. വിശ്വസ്തത. ഹല്ലേലൂയ. കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറന്നു വയ്പ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വാതിൽ തുറക്കാൻ പോകെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് ചിലരുടെ കുടുംബത്തിലെ വാതിൽ തുറക്കുകയാണ്. അത് നീതിയുള്ള വാതിലാ. ഹല്ലേലൂയ. സ്തോത്രം. ഞാന് ഈ ആ ദൈവദാസൻ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഇവിടെ മുട്ടുമടക്കി ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ചില ദൂതുകൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ സൗന്ദര്യം നിനക്കില്ല എന്ന് പറഞ്ഞ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആട്ടിപ്പാകിച്ചവരുടെ മുൻപിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ഉള്ളിൽ നിന്നൊരു പുരുഷ പ്രജയെ തമ്പുരാൻ പുറത്തു കൊണ്ടുവന്ന ദേശവും രാജ്യവും അറിയപ്പെടത്തക്ക തലത്തിൽ റോസ്ലി കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, പോയി ചത്തൂടെ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെങ്ങനെ മാനിക്കും അറിയാമോ? ഒരു ദൂതൂടെ പറയാം. വചനത്തിന്റെ ആഴത്തിൽ നിന്ന്
ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3, 4, 5, 6, 7, 8, 9 വാക്യങ്ങളിലേക്ക് വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യെഹെസ്കേൽ പ്രവാചകൻ ഒരു ദൂത് അവിടെ കൈമാറുന്നു. വായിക്കാം യെഹെസ്കേലിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം. അവിടെ എന്താണ് യെഹെസ്കേൽ പറയുന്നത് നമുക്ക് നോക്കാം. വായിക്കാം 1, 2, 3 വാക്യങ്ങൾ. ഇസ്രായേലിന്റെ പ്രഭുവിനെ കുറിച്ച് ഒരു വിലാപം ചെല്ലേണ്ടത്, നിന്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഹി തന്നെ. അവൾ സിംഹങ്ങളുടെ ഇടയിൽ കിടന്ന് തന്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി. അവൾ തന്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി, അത് ഒരു ബാലസിംഹമായി തീർന്നു. അത് ഇര തേടും. മതി എന്ന് രാത്രിയിൽ തലമുറയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുൻപിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഒരു സമയത്ത് ചോദിക്കും, നിന്റെ അമ്മ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഒരു സിംഹി തന്നെ. സിംഹം വേട്ടയാടാറില്ല, അറിയാമോ? സിംഹം വേട്ടയാടാറില്ല, സിംഹിയാണ് വേട്ടയാടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് രാത്രി ചില സിംഹികൾ പുറത്തു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്തദാസിയെ പ്രാർത്ഥിച്ചോ. 2024 ഒരു സിംഹതുല്യം ദൈവാത്മാവ് നിർത്തിയിരിക്കുക. എങ്ങനെ 2024 വന്നെന്ന് ഞാൻ അറിയില്ല. എവിടെയൊക്കെയോ വചനം പറയുന്നു, ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, തലമുറ നിങ്ങൾ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ കണ്ണുകൾക്കോ ബുദ്ധികൾക്കോ ഇതുവരയ്ക്കും ഹല്ലേലൂയ സ്തോത്രം ചിന്തിക്കാത്ത ചില രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുമെന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. കുറിച്ചു വച്ചോ. 2028 കഴിയുമ്പോൾ സ്തോത്രം ഉപരിപഠനം എന്ന ബന്ധത്തിൽ ജോലിയുടെ ബന്ധത്തിൽ ദൈവാത്മാവ് പ്രൈസ് ദി ലോർഡ് ചില രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ പോയി ചത്തൂടെ എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ഹല്ലേലൂയ. മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, പൂച്ഛിച്ചവരുടെ മുൻപിൽ, സ്തോത്രം കണ്ണുനീര് കാണാൻ കൊതിച്ചിരുന്നവരുടെ മുൻപിൽ, സ്തോത്രം ശവാടക്ക് കാണാൻ കൊതിച്ചിരുന്നവരുടെ മുൻപിൽ, തീർന്നു എന്ന് പറഞ്ഞവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ അമ്മ ആരെന്നറിയാമോ മകനെ? നിന്റെ അമ്മ ഒരു സിംഹിയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് 28 ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി വ്യക്തമായി പറയുന്നു, 28 ദൈവമഹത്വം തന്നെ കുഞ്ഞിൽ കൂടെ വെളിപ്പെട്ട ദേശത്തിൽ മാത്രമല്ല കേട്ടോ, തീർന്നു എന്ന് പറഞ്ഞവരുടെ മുൻപിൽ ദൈവം ചില വഴികൾ തുറക്കപ്പെടുമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറുന്നു. വീട് കാണുമ്പോൾ കർത്തദാസന്റെ വീട് കാണുമ്പോൾ ഒരു അലർജി എന്ന് പോലെ മറികടന്നു പോകുന്നവരുണ്ട്. അവരുടെ മുൻപിൽ, അവരുടെ തലമുറയുടെ മുൻപിൽ, ദേശത്തിന്റെ മുൻപിൽ, സ്തോത്ര നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിന്റെ മുൻപിൽ, സഭാജനത്തിന്റെ മുൻപിൽ, സ്തോത്രം ദൈവം പറയുന്നു, ഒരു സിംഹിയായി ഈ തലമുറയിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ തലമുറയെ ഞാൻ വേർതിരിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ആലോചന കൈമാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. മരിച്ചു മൺമറഞ്ഞ് ദിവസങ്ങൾ സ്തോത്രം മാസങ്ങളും വർഷങ്ങളും കഴിയേണ്ടതായി കഴിഞ്ഞു കേട്ടോ. പക്ഷെ മരണത്തിന്റെ മുൻപിൽ നീക്കുപോക്ക് വരുത്തിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് ദിനരാത്രികളില് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എങ്ങനെ മുമ്പിലോട്ട് പോകണം? മാരക വിഷത്തിന്റെ മുമ്പിലാണോ, മാരക വിഷക്കുപ്പിയുടെ മുമ്പിലാണോ എന്റെ ജീവിതം അവസാനിപ്പിക്കരുത്? കുഞ്ഞിനെ നോക്കി കരയുന്ന ഹാഗറെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിന്റെ കുടുംബത്തിൽ വീണ കണ്ണീരൊന്നും വൃഥാവല്ല, ഞാൻ പണിയുന്ന ഒരു ദൈവമെന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാ.
സുഡമന ഋഗൽഖന വൈഡകരാജകൽഖനാദി അന്തൽ പ്രൗഢമരക്ഷം ഹല്ലേലൂയ. ഞാൻ ഈ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ജയിലറയുടെ വാതിലുകൾ തുറക്കുകയാണ്. ആത്മാവ് അങ്ങനെ പറയുന്നു. കർത്തദാസിയുടെ വിഷയം ദൈവാത്മ വന്നുകൊണ്ടിരുന്നപ്പോൾ ചില ജയിലറയുടെ ഓടാമ്പലുകൾ പൊടുപൊടാ പൊട്ടുന്നു. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ദൈവജനം ഒന്ന് കരമടിച്ചൊന്ന് ആരാധിച്ച് ചില പോരുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. നിന്റെ കുടുംബത്തോട് പോരാടുന്ന, തലമുറയോട് പോരാടുന്ന, ഉദരബലത്തോട് പോരാടുന്ന, നിന്റെ കുടുംബനാഥനോട് പോരാടുന്ന, തലമുറയുടെ ഉയർച്ചയോട് പോരാടുന്ന ചില പ്രതികൂലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ക്ഷേമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓടാമ്പലുകൾ തകരട്ടെ, ശത്രുവച്ച പഴുതുകൾ ഉടയട്ടെ, ശത്രുവച്ച നങ്കൂരങ്ങൾ തകരട്ടെ. തലമുറയുടെ ഉയർച്ചകൾക്ക് വിരോധമായി അവർ വച്ചിരിക്കുന്ന പോരുകളുണ്ട്, ചില മന്ത്രക്കെട്ടുകളുണ്ട്, ചില ഉന്നതവാദങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ഭർത്താവിന് നേരെ വച്ചിരിക്കുന്ന പോരുകൾ ഉടമ സംഭവരാജൽഖനാദി ഇന്ന് രാത്രി തകരുകയാണ്. ഹല്ലേലൂയ. വിജയത്തിന്റെ ദൈവമാണെന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ കാണുകയാണ്. ചില തലമുറകളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി വിളിച്ചു പറയുക. ചില ആലോചനകളിലേക്ക് മഹത്വത്തിന്റെ രാജാവ്, ഹല്ലേലൂയ, മഹത്വ പ്രത്യക്ഷതയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാമോ? ഹല്ലേലൂയ. മടങ്ങി വരാം. കർത്തദാസിയെ വായിച്ചോളണം കേട്ടോ. വാക്യം തീർത്തു വായിച്ചോളേ. സ്തോത്രം. എഹെസ്കേലിന്റെ പുസ്തകം 19 തീർത്തു വായിക്കണം കേട്ടോ. അത് എപ്പോഴെങ്കിലും പിന്നെ സമയങ്ങളില് മാറി വായിച്ചോളണം കേട്ടോ. ദൈവത്തിന്റെ ശബ്ദം അതിനകത്ത് മുഴങ്ങുന്നു. അതോടെ ചേർത്ത് 2 വാക്യം കൂടെ വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10, 11, 12 കൂടെ ചേർത്ത് പഠിക്കണമെന്ന് ദൈവാത്മാവിനെ അറിയിക്കുകയാണ്. തിരിച്ചു മടങ്ങി വരാം. 1 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വേദാംശം. 1 കൊരിന്ത്യർ ലേഖനം 2:8. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവെന്നെ എന്തൊക്കെയോ ചില ദൂരുകളിലേക്കും ആഴങ്ങളിലേക്കും പരിശുദ്ധാത്മാവെന്നെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അത് 2:8, 2:9, 8, 9, 16, 4 ഈ വാക്യങ്ങൾ. 2:8 ഒന്നുകൂടെ വായിക്കുന്നു, 9 ഒന്നുകൂടെ വായിക്കുന്നു, 16-ാമത്തെ വാക്യം വായിക്കുന്നു, 4-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇന്ന് രാത്രി അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. നിന്റെ തേജസ് ഇരിക്കുന്ന സൗന്ദര്യത്തിലല്ല. ഹല്ലേലൂയ. നിന്റെ തേജസ് ഇരിക്കുന്നത് നിന്റെ മുഖത്തല്ല, വസ്ത്രത്തിലല്ല, തലമുടിയിലല്ല, കണ്ണുകളിലല്ല. പിന്നെ എവിടെയാ? തേജസ് അകത്ത. പ്രൈസ്. ഇന്ന് രാത്രി തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ സ്വരൂപത്തിൽ നിന്നെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ സൗന്ദര്യത്തെ കുറ്റപ്പെടുത്തിയുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമാണെന്ന്. എന്തോ പിന്നെയും ദൈവ സൗന്ദര്യത്തിലേക്ക് വരിക. എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് ഈ രാത്രി ആരോടൊക്കെ പറയുന്നു. പ്രൈസ്. ശബലപരകതുനി വൈഡകരാജകൽക്കന അന്തൽക്കമലപരകതുനി. യേശുവിന്റെ പൈതലെ, ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് നീ മടങ്ങി വരപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിലേക്ക് നീ മടങ്ങി വരപ്പെടുമ്പോൾ, ദൈവ ശബ്ദത്തിലേക്ക് നീ മടങ്ങി വരപ്പെടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവരറിഞ്ഞില്ല എന്ന് പറയും കേട്ടോ. പ്രസീദ സിസ്റ്ററെ, നിങ്ങളെ നോക്കി പറയും, കർത്തദാസിയെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ നിന്നെ ക്രൂശിക്കത്തില്ലായിരുന്നു. ഞാൻ അവര് പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ യഥാർത്ഥമായി അറിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് രാത്രി ദൈവദാസിയെ പ്രാർത്ഥിച്ചോ, ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്റെ കർത്താവിനെ അതിൻ്റെതായ നിലയിൽ അവർ കേട്ടിരുന്നു എങ്കിൽ, അവരറിഞ്ഞിരുന്നു എങ്കിൽ അവർ ക്രൂശിക്കില്ലായിരുന്നു.
അതുരമനാരകൽക്കനാദി. കാരണമുണ്ട് കേട്ടോ കർത്തദാസിയെ. നിങ്ങളുടെ തലമുറകൾ സ്തോത്രം പല സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോയി ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെട്ടവരായി തീരുമ്പോൾ അവർ പറയും, എന്തിനേറെ ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് പറയാ, ഹൃദയത്തിലോട്ട് പെറ്റ അമ്മ വരെ പറഞ്ഞില്ലേ. എന്നാൽ ഇന്ന് രാത്രി അവരെ വായിന്നും കേൾക്കും കർത്തദാസിയെ, ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ എന്റെ പൊന്നു മകളെ ഞാൻ പറയത്തില്ലായിരുന്നു. എന്റെ ഒരു വാക്ക് പോലും നിനക്കൊരു ക്രൂശീകരണം പോലും വരത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം, അങ്ങനെ ഒരു വേദന വന്നത് നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഒരു വലിയ ആത്മീക മണ്ഡലത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയോ എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നറിയാമോ ദൈവദാസിയെ? സ്തോത്രം, മാതാവും പിതാവും ഒരേ സ്വരത്തിൽ പറയും, മോളെ ഒന്നിങ്ങോട്ട് വന്നേടി. സ്തോത്രം, ഹല്ലേലൂയ, ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇടയ്ക്ക് നിർത്തിച്ച് പറയും, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ കേട്ടതാ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അവരിങ്ങനെ സംസാരിച്ചതാ കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, തലമുറകളുടെ ഉയർച്ച കാണുമ്പോൾ ചിലരൊക്കെ മടങ്ങി വരുന്ന സുദിനം ആസന്നമായിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. വെളിപ്പാട് 2:17 പറയുന്നു, ആരും അറിയാത്തൊരു പേര് ഞാൻ നിനക്ക് തരും കർത്തദാസിയെ. അത് ഒരു കല്ലിന്റെ മേൽ, ഏത് കല്ല? വെള്ള കല്ലിന്റെ മേൽ കൊത്തി വച്ചത്. അത് ആർക്കും ഇതുവരെക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ഒരു മറഞ്ഞിരിക്കുന്ന ഒരു മന്ന ഞാൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. 2025 ദൈവത്തിന്റെ ആത്മാവിൽ കുറിച്ചു വെച്ചോ, മെയ് മാസം തീരും മുൻപായിട്ട് ഞാൻ തലമുറകളിൽ ഒന്നിനെ ദൈവപ്രവർത്തിക്കായി ഞാൻ വേർതിരിക്കും. ഹല്ലേലൂയ. ശൂഡമാന ശംദന വൈഡകരേതൽ ഖനാദികൾ കടകസ്യ അന്തൽപ്രൗഢമരക്ഷം വേദവരാജകൽക്കനാദികൾക്കടകവരം ധുനി അത്തനെ റിയപ്രൗഢമരാജകൽക്കനാദി. ആമേൻ. മറഞ്ഞിരിക്കുന്ന ചില വെളിപ്പാടുകളെ എനിക്ക് എന്റെ ദാസിയോട് പറയാനുണ്ട്. ഈ നാളുകളിൽ കാത്തിരിക്ക്, എന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്ക്. വരുന്ന 7 രാത്രികളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ഞാൻ എന്റെ കൃപ ഇന്ന് രാത്രി മുതൽ തലമുറയുടെ മേൽ പകരും. സ്തോത്ര, കർത്തദാസിയുടെ മേൽ പകരും. ഇപ്പോ സ്തോത്രം, പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്നത് പോലെ ഓടുന്ന ഓട്ടത്തിന്റെ നടുവിലും നിർത്തി സ്തോത്രം കൂടാരമടിക്കുന്ന സ്ഥിരമായ ഒരു കൂടാരമടിച്ച് അതിൽ അബ്രഹാം പാർത്തതുപോലെ ഞാൻ നിന്റെ കുടുംബത്തെയും ഒരു പാർപ്പിടമാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുന്നു. അത് നിസ്സാരമല്ല കേട്ടോ. 318 അഭ്യാസികൾ അബ്രഹാമിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നത് പുറത്തറിയാത്തത് പോലെയുള്ള ഒരു വലിയൊരു സംരംഭം ഞാൻ കുടുംബത്തിനകത്തളങ്ങളിൽ ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ പാത ഞാൻ പണിയുമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ജൂഡമാന രഗതന ശംദനെ വൈഡക ജൂഡൽമന ഹസ്തനെ. ഹല്ലേലൂയ. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഈ നാളുകളില് ദൈവം കൂട്ടിമുട്ടിക്കാം. ഹല്ലേലൂയ. എങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിക്കാം? ഇല്ല ദൈവദാസിയെ, എങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിക്കാം? ഹല്ലേലൂയ. ഞാനിപ്പോ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്തല്ലേ. എനിക്കിവിടെ നിന്ന് വേദനിക്കാതെ മരിക്കാനുള്ള മരുന്നുകൾ ഇവിടെ ഉണ്ട്, ഇഞ്ചക്ട് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ അതിലൊന്നും കൈകടത്തണ്ട കേട്ടോ. അതിലൊന്നും നമുക്കുള്ളതല്ല, അതൊക്കെ ദുഷ്ടന്റെ ആധിപത്യത്തിലുള്ളതാ. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഒരു വലിയ ദൈവപ്രവർത്തിക്കായി നാളുകൾ മുട്ടുമടക്ക്. വരുന്ന 7 രാത്രികളിൽ രാത്രി 12 മണിക്ക് ശേഷം 1 മണിക്കൂർ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക. 7ാമത്തെ രാത്രി കഴിയും മുൻപ് നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ വലിയ വിശാലത വരുത്തുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. കാരണം ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നപ്പോൾ കട്ടൻ കാപ്പിയിൽ പഞ്ചാര പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ബ്രെഡ് മുക്കി തിന്നാൻ ജാമിന് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. തേയില വെള്ളത്തിൽ മുക്കിക്കൊണ്ട് തിന്നാനുള്ള അവസ്ഥ പോലും ഇല്ലായിരുന്നു. അബ്രഹാമിനെ ബഹുസമ്പന്നനാക്കിയെങ്കിൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ഈ നാളുകളിൽ വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒഴിഞ്ഞിരിക്കുന്ന ഫലം നിറയ്ക്കാൻ എന്റെ ദൈവം സർവശക്തനെന്ന് ഈ രാത്രി ദൈവാത്മാവിൽ ആലോചന കൈമാറുന്നു. ദൈവദാസിയെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ കടന്നു വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 9ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്
കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കണ്ടോ 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 കണ്ടോ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തിട്ടില്ല, തോന്നിയിട്ടില്ല. ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എനിക്കൊന്ന് ഒരു 7-8 വർഷം മുമ്പ്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഒരു പയ്യൻ, ആമേൻ, സ്തോത്രം, അവനൊരു 10-16 വയസ്സ് പ്രായം. ആമേൻ, ഞാനൊരു വീട്ടിൽ ഇങ്ങനെ പോകുമ്പോ, ആമേൻ, ഞാൻ അവിടെ ഇരുന്നപ്പോ അവൻ ചെടികൾ നട്ടിരുന്നെല്ലാം പിടിച്ച് പിഴുതു നോക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞാൽ ചോദിച്ചു, മോനെ, നീ എന്താ നട്ട ചെടിയെ പിടിച്ച് പിഴുതു നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറയാ, ഞാൻ ഇന്നലെ നട്ടതാ, ഇത് ഇന്ന് പൊടിച്ചോ നോക്കിയതാ. സ്വന്തം. എന്നിട്ട് അതിനെ അപ്പുറത്ത് വേറെ കുഴിച്ച് അവിടെ നടുകയാണ്. അവ പറയാ, പൊന്നു പാസ്റ്റേ, യവൻ ഇങ്ങനെ, യവൻ എന്നും ഇന്ന് നടും, വെള്ളമടിക്കും, നാളെ രാവിലെ കണ്ണും തിരുമിച്ച് ഓടിപ്പോയി അതിനെ പിഴുതു നോക്കിയാണ് ഇത് പൊടിച്ചോ എന്ന്. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയുക. ഇവിടെ എന്താ പറഞ്ഞേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്നേഹിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവരെ കൂട്ടായ്മ മുടക്കാൻ കഴിയില്ല. സ്നേഹിക്കുന്നവർക്ക് ഇതിനകത്ത് കൂട്ടായ്മ മുടക്കി വേറൊരിടത്ത് പോയിരിക്കാൻ കഴിയത്തില്ല. ദൈവം അതിന് ഇടയാക്കത്തില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗം ഇവിടെ പറയുന്നു. ആമേൻ, സ്തോത്രം. അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മനസ്സൊന്നറിയാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ കർത്താവിന്റെ മനസ്സൊന്ന് അറിഞ്ഞ്, ആമേൻ, ഈ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങ, ഈ കർത്താവിന്റെ മനസ്സിലേക്ക് ഒന്ന് അടുത്തു വരാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര പേർ ഇതിനകത്ത് തയ്യാറാകും? ദൈവമേ, എനിക്ക് നിന്റെ മനസ്സാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മനസ്സിലേക്കൊന്ന് അടുത്തു വന്ന് ഹാർട്ട്, ആമേൻ, തമ്മിലൊന്ന്, ഹല്ലേലൂയ, ആ ഏലിശ ചെയ്തതുപോലെ, ആ പത്രോസ് ചെയ്തതുപോലെ, ഹല്ലേലൂയ, ആ യേശു അപ്പച്ചൻ ചെയ്തതുപോലെ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആ ഹാർട്ട്, ആമേൻ, ഒന്ന് ഹാർട്ടും തമ്മിലൊന്ന് കൂട്ടിമുട്ടിക്കുന്നത് പോലെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞവനാർ ഇന്ന് രാത്രി കർത്താവിന്റെ മനസ്സിലേക്കൊന്ന് അടുത്തു വരേണ്ടതായി ആവശ്യമാണ്. മലാക്കിയുടെ പുസ്തകം 4:2 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മലാക്കി പ്രവാചകൻ എന്താ വിളിച്ചു പറയുന്നത്? 4:2 എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന, വായിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 4:2 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ ആ മലാക്കി 2:4 എന്താ പറയുന്ന അറിയാമോ? അവിടെ വായിച്ചത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന തന്റെ ജനത്തിനു വേണ്ടി, ആമേൻ, നീതി സൂര്യ രോഗോപശാന്തിയോടെ ഉദിച്ചു വരുമെന്ന ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിനക്ക് വേണ്ടി ഒരു നീതി സൂര്യ രോഗോപശാന്തിയോടെ ഉദിച്ചു വരികയാ. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമൈതലിന് വേണ്ടി നീതി സൂര്യൻ ഉദിച്ചു വരികയാ. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ ഉദിച്ചു വരുന്നു? അവന്റെ ശരീരത്തിലെ സകല, ആമേൻ, സ്തോത്രം, വേദനകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് ഒരു നീതി സൂര്യനായ നമ്മുടെ നീതിയുടെ രാജാവ് അവൻ നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മലാക്കിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ദൂതുകൾ മലാക്കി പറഞ്ഞിട്ടുണ്ട്. ആമേൻ, മലാക്കി വലിയ 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 ആലോചനകളൊക്കെ പറഞ്ഞ്, ആമേൻ, ദൈവസഭയെ ഉറപ്പിച്ചിട്ടുണ്ട്, ശുശ്രൂഷകന്മാരെ ഉറപ്പിച്ചിട്ടുണ്ട്, ശുശ്രൂഷക്കാരികളെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്.
ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് വരുന്ന ചില വേദനകളൊക്കെ മലാക്കി പ്രവാചകൻ സ്തോത്രം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാൻ ദൂത് ശ്രദ്ധിച്ച് ഈ രാത്രിയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഒരു ദൂത് വ്യക്തമായി വിളിച്ചു പറയുന്നു. ഒന്ന് വായിച്ച്. ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോകുകയാ. 32-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോ കാറ്റിനൊരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും. മതി. ഒരു രാജാവ് നീതിയോടെ ഇന്ന് രാത്രി വാഴാൻ പോകുകയാണ്. നമുക്കറിയാം കാലഘട്ടങ്ങളും കാലഗതികളും കാലാംശവും സ്തോത്ര കാലഗതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. കാലവർഷമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപകടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. എന്തെന്നറിയാമോ? ഇന്ന് നമ്മൾ പത്രങ്ങളും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ നോക്കപ്പെടുമ്പോൾ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു ദിവസം മരിക്കുന്ന സ്തോത്രം പ്രായമുള്ളവരെല്ലാം മരിക്കുന്നത് 20-നും 23-നും അകത്തുള്ള യൗവനക്കാര് മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? ഒരു രാജാവ് നീതിയോടെ വരേണ്ട സമയം ഇത് ആസന്നമായിട്ടുണ്ട്. കർത്താവ് വരുന്നതിന് മുൻപ് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലതിന്റെയും അടിസ്ഥാനങ്ങൾ ഇളയിക്കൊണ്ടിരിക്കുന്നു. ആരാധനകൾ വേണ്ടും വണ്ണം ആലയത്തിനകത്ത് നടക്കാതിരിക്കുന്നു. ആത്മാവിന്റെ പ്രവർത്തികൾ നിന്നുപോയിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആരും തയ്യാറാകുന്നില്ല. സ്നാനത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. കാത്തിരിപ്യോഗത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നില്ല. ഭവനങ്ങളിൽ ഉപവാസത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല. കർത്താവിന്റെ വരവ് അതിന് മുൻപ് സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു വാഹനാപകടം. പ്രൈസ് ദി ലോർഡ്. കോവളത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ ഹല്ലേലൂയ ഒരു വാഹനവുമായി കൂട്ടിയിടിച്ച് തക്ഷണം മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രസിദ്ധ ശുശ്രൂഷ പറഞ്ഞു തരും. മെഡിക്കൽ കോളേജിൽ വരുന്ന സ്തോത്രം അപകടങ്ങളിൽ വരുന്ന വ്യക്തികളുടെ പ്രായം ചോദിച്ചാൽ പറയും 18-നും 23-നും അകത്തുള്ള 93% പേരും ആണും പെണ്ണും സ്തോത്രം ഒരെല്ല് പോലും ഒടിയാ ഇല്ലാതെ വാരിക്കെട്ടി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നീ പോകേണ്ടത് മൂന്നാറല്ല പോകേണ്ടത്, നീ പോകേണ്ടത് മൈസൂർ അല്ല, നീ പോകേണ്ടത് തേക്കടിയിലല്ല, നീ പോകേണ്ടത് എവിടെയാ? മെഡിക്കൽ കോളേജിലാ. മാനസാന്തരപ്പെടാൻ ഒരു വാതിലുണ്ട് കേട്ടോ. അത് ഇന്ന് രാത്രി രാജാവ് നീതിയോടെ ഇറങ്ങി വരുന്ന ഒരു രാജാവ് സ്തോത്രം നീതിയോടെ വാഴാൻ പോകുകയാ. നീതിയോടെ വാഴും ഇന്ന് രാത്രിയിൽ. നീതിയോടെ വാഴുന്ന ഒരു രാജാവുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിൽ നീതിയോടെ വാഴുന്ന ഒരു രാജാവ് ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. യൂദയുടെ ലേഖനം 14-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം അവിടെ എഴുതുന്ന ചില സ്തോത്രം വേദാംശങ്ങൾ അതിനകത്തുണ്ട്. യൂദയുടെ ലേഖനം സ്തോത്രം 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇത് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരോട് കൂടെ ഒരു രാജാവ് ആദം മുതൽ പ്രൈസ് ദി ലോർഡ് ക്രിസ്തു വരെ സ്തോത്രം 66 പുസ്തകങ്ങളെ നിരത്തി വെച്ച് വിസ്തരിക്കുന്ന ഒരു രാജാവ് നീതിയോടെ അവിടെ വന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കേൾക്കാം. ആദാമിന്റെ കാലഘട്ടം നമ്മൾ നോക്കിയേ. ആദാമിന്റെ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ
ദൈവം എന്താണോ പറഞ്ഞത് ചെയ്യരുതെന്ന് അതവൻ ചെയ്യുവാനിടയായി. എന്നാൽ നമ്മൾ അവൻ വായിച്ചു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരപ്പെടുമ്പോൾ, ആമേൻ, ആദമിന്റെ കാലഘട്ടത്തിൽ ഉയർന്ന സർപ്പത്തെ വെളിപ്പാട് പുസ്തകത്തിൽ ചവിട്ടി അരച്ചുകൊണ്ട് ഒരു ജയോത്സവം കൊണ്ടാടി ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി മറന്നു പോകരുത്. നിന്നെ നോക്കി കുറ്റം വിധിക്കുന്ന, വിധു നോക്കി ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അത് തന്നെ വരുന്നു. എന്തോ ദൈവാത്മാവ് പറയുന്നത് സൗന്ദര്യത്തെ കുറിച്ച് തന്നെ പറയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിൽ നിൽക്കുമ്പോ നിന്റെ പ്രാർത്ഥന, നിന്റെ പാട്ട്, നിന്റെ വചനവായന, നിന്റെ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആത്മാഭിഷേകത്തിലെ പ്രാർത്ഥനകൾ, ഇതെല്ലാം ഒരു ദൈവത്തിന്റെ തേജസ്സിനാൽ ഇന്ന് രാത്രി പുറത്തു വരുമെന്ന് സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി രാജാവ് നിന്റെ കുടുംബത്തിൽ നീതിയോടെ, ആമേ വിനീത സിസ്റ്റർ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ പാടാനുള്ള പാട്ടുകളുണ്ട് ഹൃദയത്തിനകത്ത്, കേട്ടോ. പക്ഷെ പാടാൻ കഴിയാതിരിക്കുകയാണോ? പ്രയാസപ്പെടണ്ട. ദൈവാത്മാവ് പറയുന്നു, ഒരു രാജാവ് നീതിയോടെ കുടുംബത്തിനകത്ത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വേദനകൾ, പൊട്ടിത്തെറിക്കുന്ന വേദനകളും കണ്ണീരുകളും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുമെങ്കിലും ഭാരപ്പെടണ്ട. എന്റെ ദൈവം തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല, സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീതിയോടൊരു രാജാവ് കുടുംബത്തിനകത്തിറങ്ങുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഇരിക്കുന്ന വിദൂരത്താണെങ്കിലും എന്റെ ശബ്ദം ആ ഭവനത്തിനകത്ത് മുഴങ്ങുകയാ, ആ രാജ്യത്ത് മുഴങ്ങുകയാ. ഈ രാത്രി ദൈവം പറയുന്നു, ഈ ശബ്ദം ആ രാജ്യത്ത് മുഴങ്ങുമ്പോൾ ആ രാജ്യത്തിനകത്ത് നടക്കുന്ന ചില അനീതിയുടെ കച്ചവടങ്ങളെ ദൈവാത്മാവ് പൊളിച്ചടുക്കി ശബ്ദന വൈഡമന ഹസ്തലേ രികൽക്കന ജൂഡൽ മനാഹര. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അനീതിയുടെ വാതിൽ അടയട്ടെ. ആ കുടുംബത്തോട് പോരാടുന്ന, തന്റെ ശുശ്രൂഷകനോട് പോരാടുന്ന, തന്റെ മക്കളുടെ ഉയർച്ചയോട് പോരാടുന്ന, പുതിയ വാതിലുകൾ തുറക്കാൻ അനുവദിക്കാത്ത പൈശാചിക പോരുകളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തകർത്തുടച്ചുകൊണ്ട് ഒരു വലിയ ദൈവത്തിന്റെ പ്രസൻസ് ആ കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരിക. ദൈവം ഇതിലെ അല്പസമയം എല്ലാവരും ആരാധിച്ച, അല്പ നിമിഷങ്ങൾ കരങ്ങളെ ചേർത്തടിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ആമേ സ്തോത്രം. ആ സന്തോഷ് പാസ്റ്റർ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് തന്റെ അഭിഷേകത്തിനായിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, പ്രതീതിയോടെ രാജാവ് തന്റെ അടുത്തിറങ്ങി വരേണ്ടതിന്, ഹല്ലേലൂയ, താനായിരിക്കുന്ന മസ്കറ്റ് എന്ന ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കേണ്ടതിന് ഈ രാത്രി പത്രോസിന്റെ മുമ്പിൽ നിന്ന് വാതികൾ സ്വയമേ തുറന്നു മാറിയതുപോലെ ദൈവജന ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന്റെ മുമ്പിൽ ഒന്നാം കാവൽ, രണ്ടാം കാവൽ തുറന്നു മാറിയതുപോലെ ഇന്ന് രാത്രി ചില വഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥിക്ക, ദൈവമഹത്വം വെളിപ്പെടുകയാ. പ്രാർത്ഥിച്ചോ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ആ കുടുംബത്തിലേക്ക് ദൈവാത്മ വായിക്കുക. വായിക്കുക. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1-ാമത്തെ വാക്യം മുതൽ 10 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ഞാൻ, നമുക്ക് വായിക്കാം 1-ാമത്തെ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. വായിക്കാം 19:1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന് മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ ഭക്ഷണമാക്കിയ 10-ാമത്തെ വാക്യം കൂടെ. സ്തോത്രം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളതിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യർക്കും ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. മതി. അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ. പ്രൈസ് ദി ലോർഡ്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മതി. 6-ാമത്തെ വാക്യം പിന്നെ നിങ്ങൾ വായിച്ചോ.
1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ ഇന്ന് രാത്രി വായിക്കപ്പെടുമ്പോൾ പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. ആമേ, കുഞ്ഞാടിന്റെ കല്യാണം, മഹത്വം കൊടുക്കുക. കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്ന ദൈവകുഞ്ഞെ മഹത്വം കൊടുക്ക്. പ്രൊഫസറെ മഹത്വം കൊടുക്ക്. മഹത്വത്തിന്റെ രാജാവ് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പരിശുദ്ധാത്മാവ് നാളുകൾക്ക് മുമ്പേ പറഞ്ഞ ദൂത് ഈ നാളുകൾ നിറവേറാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിനെ മേപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ആമേൻ എന്നുള്ള ദൂത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ പ്രവൃത്തി വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്നിൽ നിന്ന് ഇസ്രായേലിന്റെ മേപ്പാൽ ഒരു തലവൻ പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ശൂഡമന ഋഗമന ശംധരേ ഋഗൽക്കനാദികൾ ക്ഷമലവരഗതുലി. ആമേ, സ്തോത്രം. ആമേ, പുറപ്പെട്ടു വരും. ആമേ, വെളിപ്പാട് 4-ന്റെ 4, 6-ന്റെ 10, 5-ന്റെ 14, വെളിപ്പാട് 11-18, സങ്കീർത്തനം 22-ന്റെ 23, 113-ന്റെ 1, ആമേ, ദാനിയേൽ 10-ന്റെ 6, ആമേ, വെളിപ്പാട് 1-ന്റെ 15, ആമേ, സ്തോത്രം, മത്തായി 22-ന്റെ 2. വായിച്ചോ. ദൈവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവൈതലെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. ആമേ, പ്രവസത്തെ കുറിച്ചു വച്ചോ. പുറപ്പാട് പുസ്തകം 6-ന്റെ 14, സംഖ്യ 36-ന്റെ 1, യോശുവയുടെ പുസ്തകം 21-ന്റെ 1, ആമേൻ, 1 ദിനവൃത്താന്ത പുസ്തകം 9-ന്റെ 9 കുറിച്ചു വച്ചോ. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ കുടുംബത്തിന്റെ തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ദൈവാത്മാവ് പറയുന്നു, ആ ഉത്ഭവ സ്ഥാനത്ത് ദൈവത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ചില മാർമിക ഗുഡ് ന്യൂസ് വാർത്തകൾ ഈ നാളുകളിൽ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഒരു വാക്യത്തിലേക്ക് വരുന്നു. പുറപ്പാട് പുസ്തകം 6-ന്റെ 14 ഒന്ന് വായിച്ചേ. 6-ന്റെ 14 ഒന്ന് വായിക്കാമോ? പുറപ്പാട് 6-ന്റെ 14 പെട്ടെന്നൊന്ന് വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6-ന്റെ 14-ാമത്തെ വാക്യം. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി, ഇവ രൂബേന്റെ കുലങ്ങൾ. സ്തോത്രം. മതി. കുടുംബത്തിനൊരു തലവൻ കുടുംബത്തിനകത്തുനിന്ന് പുറപ്പെട്ടു വരും. അത് ശാഖകളായി തിരിയും. ദൈവദാസിയെ ദൂതാണ്. ഇന്ന് രാത്രി ദൈവമഹത്വം വചനപ്രകാരം അരുളപ്പാട് അറിയിക്കുന്നു. പ്രാർത്ഥിച്ചോ. കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. പുറപ്പാട് 1:21 വായിച്ചോ. 2 ശമൂവേൽ 7-ന്റെ 11 വായിച്ചോ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കുടുംബത്തിന്റെ അകത്ത് ഒരു തലവൻ പുറപ്പെടുമെന്ന്. അതിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ നേർച്ച പൂജ ശക്തികളെയും ഇന്ന് രാത്രി ബൈൻഡപ്പ് ചെയ്ത് ഒരു ദൈവമഹത്വം പ്രസ്തുത ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. എവിടെയെല്ലാം കുടവുടച്ചാലും ആ ഉടപ്പൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി അതിൻ്റെതായ നിലയിൽ വെളിപ്പെടുമെന്ന് രാത്രി ദൈവത്തിന്റെ ദൂതറിയിക്കുക ദൈവാത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെന്നാ അത് ഉത്ഭവിക്കുന്നത്? നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന് അത് പുറത്തു വരണം. ഹല്ലേലൂയ. സ്തോത്രം. ആ കുടുംബത്തിനകത്ത് നിന്ന് പുറത്തു വരുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു പ്രൈസ് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 43-ന്റെ 8, 47-ന്റെ 12 മുതൽ 24 വരെ, 50-ന്റെ 8, 21, പുറപ്പാട് 10-ന്റെ 10, 24, സംഖ്യ 14, 31, 32, 16, യോശുവ 1-ന്റെ 14, ന്യായാധിപന്മാർ 18-ന്റെ 21, 2 ശമൂവേൽ 15-ന്റെ 22, 8-ന്റെ 21 എസ്ത്ര വായിക്ക്. സ്തോത്രം. ഇന്ന് രാത്രി ഇതെല്ലാം വചനദൂതും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൊഫസർക്കുള്ളതാ. പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞു കുട്ടികൾ ഇന്ന് രാത്രി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു ആരാധന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാ. ഒരു തലവൻ ഉത്ഭവിച്ചു വരും.
2024 ദൈവം പറയുന്നു, ഒരു തലവൻ ഉത്ഭവിച്ചു വരും. നിന്റെ കണ്ണിലെ കണ്ണുനീരുകൾ തുടയ്ക്കാൻ പോകുകയാ, മാറാൻ പോകുകയാ. ആമേ സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ആമേ കമ്പിവാചകത്തിൽ 1-2 വാക്യം കൂടെ മഹത്വ പ്രത്യക്ഷതയ്ക്കുള്ള വാക്യങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. വെളിപ്പാട് 21:5, ആമേ 1 പത്രോസ് 4:14, ആമേ 2, ആമേ തെസ്സലോനി 2 പ്രൈസലോട് 12, 1 ആമേ 2 തെസ്സലോനി 1:6. ഇത്രയും വാക്യങ്ങൾ ദൈവകുഞ്ഞുങ്ങൾ ആമേൻ നിങ്ങൾ വായിച്ച് ആമേൻ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, ആമേൻ സ്തോത്രം, മഹത്വത്തിന്റെ രാജാവ് അത് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം വായിച്ച കുറുവാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാ ദൈവകുഞ്ഞെ. 24-ാമത്തെ സങ്കീർത്തനം പറയുന്നു, വാതിലുകളെ നിങ്ങളെ തലകളെ ഉയർത്തുവീൻ, പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവൻ ആരാണ്? ആമേ സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഇന്ന് രാത്രിയിൽ ആ രാജാവിന്റെ പ്രവേശനം